ഓസ്ട്രേലിയ, റഷ്യ എന്നിവർക്കൊപ്പം ലോകത്തെ ഏറ്റവും വലിയ പ്രകൃതിവാതക ഉൽപാദക രാജ്യങ്ങളുടെ പട്ടികയിൽ മുൻപന്തിയിലാണ് ഖത്തർ. ഇന്ത്യയാകട്ടെ പ്രകൃതിവാതകത്തിന്റെ 50% രാജ്യാന്തര വിപണിയിൽ നിന്നും ഇറക്കുമതി ചെയ്യുകയാണ്. ഇതിൽ 20% പ്രകൃതിവാതകവും ഇറക്കുമതി ചെയ്യുന്നത് ഖത്തറിൽ നിന്നാണ്. 2024-25 $639 കോടി പ്രകൃതിവാതകമാണ് ഖത്തറിൽ നിന്നും നമ്മുടെ രാജ്യം ഇറക്കുമതി ചെയ്തത്. ഇത് കൂടാതെ ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ LPG ഇറക്കുമതി ചെയ്യുന്നതും ഖത്തറാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം $321 കോടി LPG ഖത്തറിൽ നിന്നും രാജ്യം വാങ്ങിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിലെ ഗതാഗതം തടസ്സപ്പെട്ടതിനെ തുടർന്ന് നേരത്തെ തന്നെ പ്രകൃതിവാതക ക്ഷാമം നേരിടുന്ന ഇന്ത്യക്ക് റാസ് ലഫാൻ ആക്രമണം വീണ്ടും പ്രതിസന്ധി ഉണ്ടാക്കും. വിജയത്തോടടുക്കുകയാണെന്നും വേഗത്തിൽ യുദ്ധം അവസാനിക്കുമെന്നും നെതന്യാഹു അവകാശപ്പെടുന്നുണ്ട്. യുദ്ധം ഉടൻ തീരുമെന്ന് ട്രംപും പറയുന്നു. എന്നാൽ ഇസ്രയേൽ US സഖ്യസേന കൊലപ്പെടുത്തിയ ഇറാൻ ദേശീയ സുരക്ഷാ മേധാവി അലി ലാരിജാനിയുടെ പിൻഗാമിയായി സയ്യിദ് ജലീലിയെ നിയോഗിക്കാൻ ഒരുങ്ങുകയാണ് ഇറാൻ. ഉന്നത നേതാക്കളെ കൊലപ്പെടുത്തിയ US ഇസ്രയേൽ സഖ്യത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് ഇറാന്റെ പരമോന്നത നേതാവ് മുജിതബ ഖമനയി ആവർത്തിക്കുന്നത്. ഏതായാലും യുദ്ധം നീണ്ടാൽ ഉണ്ടായേക്കാവുന്ന സാമ്പത്തിക മാന്ദ്യവും വിലക്കയറ്റവും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വമ്പൻ ദുരിതമാകും സമ്മാനിക്കുക.